നമസ്കാരം. നിങ്ങളുടെ പിന്നിൽ മറഞ്ഞു നിൽക്കുന്ന സത്യങ്ങളെ കൊണ്ടുവരാൻ പ്രപഞ്ചശക്തി ഇപ്പോൾ തയ്യാറായി നിൽക്കുകയാണ്. നിങ്ങളെ ദ്രോഹിക്കുന്ന, നിങ്ങളിൽ മോശം വരണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തി, ഒന്നോ അതിൽ കൂടുതലോ വ്യക്തികൾ നിങ്ങൾക്ക് ചുറ്റും തന്നെ ഉണ്ടായിരിക്കാം. നിങ്ങളുടെ കൂടെ തന്നെയുള്ള വ്യക്തികളായിരിക്കാം ഇതെല്ലാം. അത് അറിയാതെയാണ് നിങ്ങളിൽ പലരും മുന്നോട്ടു പോകുന്നത്. അപ്പോൾ ഞാൻ പറയുന്നതിലൂടെ നിങ്ങൾക്ക് ശത്രുക്കളുണ്ടോ? അവരുടെ പുതിയ പദ്ധതികൾ എന്താണ്? അവരുടെ എനർജി എന്തൊക്കെയാണ് ഇവിടെ നോക്കാൻ പോകുന്നത്? ഇതിനായി ഞാനിവിടെ 2 പൂക്കളാണ് കൊടുത്തിരിക്കുന്നത്. ഈ 2 പൂക്കളിൽ നിങ്ങൾക്ക് ഏത് പൂവാണ് തിരഞ്ഞെടുക്കുവാൻ പോകുന്നത്? ആദ്യം നിങ്ങളുടെ കണ്ണും മനസ്സും ഏത് ചിത്രത്തിലേക്കാണ് പോകുന്നത്, ആ പൂവിനെ മാത്രം തിരഞ്ഞെടുക്കുക. ഒന്നാമത്തെ ചിത്രമായ പൂവിനെ തിരഞ്ഞെടുത്ത വ്യക്തികൾക്കുള്ള തൊടുകുറി ഫലമാണ് പറയുന്നത്. തീർച്ചയായും നിങ്ങൾക്ക് എതിരെ പല പ്ലാനുകളും നീക്കങ്ങളും ഒക്കെ നടത്തുന്ന ഒരു വ്യക്തി ഉണ്ട് എന്നാണ് ഇവിടെ കാണുന്നത്. അവർ ഒരിക്കലും ഒളിഞ്ഞിരിക്കുന്ന ശത്രുവല്ല. നിങ്ങളുടെ കൂടെ നിന്ന് നേർക്ക് നേർ നിന്ന് തകർക്കാനായിട്ട് നിൽക്കുന്ന ഒരു ആളായിട്ടാണ് കാണുന്നത്. ആ ഒരു വ്യക്തിയുടെ എനർജിയായിട്ട് കാണുന്നത് അവർ എപ്പോഴും അവരുടെ പ്രവൃത്തികളെ ന്യായീകരിക്കുന്ന ഒരാളാണ്. അവർ ചെയ്യുന്നതും പറയുന്നതുമായ കാര്യങ്ങൾ അവർ മോശം കാര്യമാണ് പറയുന്നതെങ്കിലും അവരുടെ തെറ്റുകൾ അംഗീകരിക്കാൻ സമ്മതിക്കില്ല. അവരുടെ വാക്കുകളും പ്രവൃത്തികളും മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നുണ്ടോ എന്നും ചിന്തിക്കാറില്ല. കാരണം മറ്റുള്ളവരുടെ വികാരത്തേക്കാൾ കൂടുതൽ അവർ പ്രാധാന്യം നൽകുന്നത് അവരുടെ ശരികൾക്കാണ്. അവരുടെ മനസ്സ് ഉറച്ച പാറ പോലെയാണ്. മറ്റുള്ളവരുടെ വികാരങ്ങളെ അവർ ഒരിക്കലും പുറത്ത് കാണിക്കാറില്ല. മറ്റുള്ളവരുടെ സങ്കടങ്ങൾ കേട്ടാൽ മനസ്സലിയാറില്ല. ഒരിക്കലും അവർ മറ്റുള്ളവരെ സഹായിക്കാറില്ല. അവർക്ക് എന്തിനേക്കാളും പ്രാധാന്യം അവർ തന്നെയാണ്. ഇവിടെ ഈ വ്യക്തിക്ക് നന്നായി സംസാരിക്കാൻ അറിയാവുന്ന ആളാണ്. അവരുടെ വാക്കുകൾ വളരെ മൂർച്ചയുള്ളതാണ്. ഇത് ഏത് കള്ളവും മറ്റുള്ളവരെ സത്യമാണെന്ന് വിശ്വസിപ്പിക്കുന്ന രീതിയിൽ പറഞ്ഞു ഫലിപ്പിക്കാനായിട്ട് ഇവർക്ക് സാധിക്കും. ഇവിടെ ഒരു വ്യക്തി നിങ്ങൾക്കെതിരായിട്ട് പ്രവർത്തിക്കുന്നത് മറ്റുള്ളവരെ സാധിച്ചാണ്. നിങ്ങളെക്കുറിച്ചുള്ള അനാവശ്യമായ കാര്യങ്ങൾ പലതും മറ്റുള്ളവരോട് പറഞ്ഞ് മറ്റുള്ളവരുടെ ഉള്ളിൽ നമ്മളെ ഒരു മോശക്കാരിയാക്കിയിട്ട് ചിത്രീകരിക്കാനാണ് ഇവർ ശ്രമിക്കുന്നത്. എന്നിട്ട് അവർ അതിൽ സന്തോഷം കണ്ടെത്തുകയും ചെയ്യും. എന്നാൽ ഇതിൽ ഒരു പരിധിവരെ വിജയിച്ചിട്ടുമുണ്ട്. കാരണം അത്രത്തോളം വിശ്വാസം മറ്റുള്ളവരിൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് എന്നതാണ് സത്യം. ഇവിടെ ഈ വ്യക്തിയുടെ യഥാർത്ഥ ലക്ഷ്യം എന്ന് പറയുന്നത് നിങ്ങളുടെ കണ്ണീരാൻ തന്നെയാണ്. ഏത് സാഹചര്യത്തിലാണെങ്കിലും നിങ്ങൾ സന്തോഷിക്കരുത്. നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും സങ്കടങ്ങളും പ്രശ്നങ്ങളും മാത്രമായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. അതിൽ നിന്നാണ് അവർക്കുള്ള സമാധാനവും സന്തോഷവും കിട്ടുന്നത്. ഈ വ്യക്തിയാണെങ്കിൽ എപ്പോഴും അടക്കി ഭരിക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത്. നിങ്ങളെ എപ്പോഴും അവരുടെ നിയന്ത്രണത്തിൽ ആക്കാനാണ് അവർ ശ്രമിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ അവർ നിങ്ങളുടെ ആത്മവിശ്വാസത്തെ ഇല്ലാതാക്കുവാൻ ശ്രമിക്കുന്നുണ്ട്. അതായത് നിങ്ങളെക്കാൾ നിങ്ങളെ മനസ്സിലാക്കിയിരിക്കുന്നത് അവരാണ്. അതിനാൽ ഏത് രീതിയിൽ ദ്രോഹിച്ചാൽ നിങ്ങളുടെ കണ്ണുനീര് കാണുവാൻ കഴിയും എന്നെല്ലാം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സ് തളർത്താനും ഇവർക്ക് നന്നായി അറിയാം. ഒരുപക്ഷെ ഈ സന്ദേശം കേൾക്കുമ്പോൾ തന്നെ നിങ്ങളിൽ പലർക്കും ആ വ്യക്തിയുടെ മുഖം നിങ്ങളുടെ മനസ്സുകളിലേക്ക് ഓടിയെത്തുന്നതാണ്. ഇവിടെ നിങ്ങൾ ഒരു ഈശ്വര വിശ്വാസിയാണ്. ഇവിടെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നീതി കിട്ടുന്നുണ്ട്. നിങ്ങളെ ദ്രോഹിക്കുന്ന, നിങ്ങളെ വിഷമിപ്പിക്കുന്നവരുടെ തകർച്ച, അവരുടെ ദുഷ്ടപ്രവൃത്തിക്കുള്ള ഫലം അനുഭവിക്കുന്നത് നിങ്ങളുടെ കൺമുന്നിൽ വെച്ച് തന്നെ കാണുവാനുള്ള അവസരം നിങ്ങൾക്ക് കാലങ്ങൾ തെളിച്ചു തരുന്നതാണ്. അവരുടെ യഥാർത്ഥ മുഖം എന്താണെന്നും മറ്റുള്ളവരെ തിരിച്ചറിയുന്ന സമയം അത്ര ദൂരത്തിലല്ല. അവരുടെ പ്രവൃത്തികൾ കാലം അത്ര അകലത്തിലല്ല. കണക്ക് ചോദിക്കുന്ന സമയമാണ് ഇനിയുള്ളത്. ഇവിടെ മറ്റുള്ളവരുടെ മോശം പ്രവൃത്തികളിൽ മനസ്സ് തളരാതെ ആത്മവിശ്വാസത്തോടെ നിങ്ങൾ മുന്നോട്ട് പോവുക. കാരണം നിങ്ങളെ വിശ്വസിക്കുന്ന ആ ശക്തി നിങ്ങളെ
എല്ലാ ദുഷ്ടശക്തികളിൽ നിന്നും സംരക്ഷിച്ച് നിർത്തുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഒന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവർക്കുള്ള തൊടുകുറി ഫലം ഇതായിരുന്നു. ഇനി രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവർക്കുള്ള തൊടുകുറി ഫലം ഇപ്രകാരമാണ്. നമ്മുടെ ജീവിതത്തിൽ ശത്രുക്കളുണ്ട്. അവർ നിങ്ങളുടെ മറഞ്ഞു നിൽക്കുന്ന ശത്രുവാണ്. അവർ ഒരിക്കലും അകലെ നിൽക്കുന്ന ശത്രുവല്ല, മറിച്ച് നിങ്ങളോട് വളരെ അടുപ്പം എപ്പോഴും വെച്ച് പുലർത്തുന്ന ഒരു ആൾ എന്നാണ് കാണുന്നത്. ഈ വ്യക്തിക്ക് രണ്ട് മുഖങ്ങളാണുള്ളത്. പുറമെ സ്നേഹത്തോടെയും സമാധാനത്തോടെയും കരുതലോടെയൊക്കെയുള്ള പെരുമാറ്റവും ഉള്ളിൽ പല വിധത്തിലുള്ള പ്ലാനുകളും കണക്കുകൂട്ടലുകളും ഒക്കെയുള്ള ഒരു വ്യക്തിയാണ്. ഇവിടെ നിങ്ങളെന്ന വ്യക്തി വളരെ നല്ല മനസ്സിന് ഉടമകളാണ്. വളരെ ശുദ്ധമാണ് നിങ്ങളുടെ മനസ്സ്. അതിനാൽ തന്നെ അവർ ചിന്തിക്കുന്നത് നിങ്ങളെ എങ്ങനെ വേണമെങ്കിലും ചൂഷണം ചെയ്യാം, അത് നിങ്ങൾ ഒരിക്കലും തിരിച്ചറിയാൻ പോകുന്നില്ല എന്നാണ്. ഇവിടെ നിങ്ങളുടെ കഴിവും മുന്നേറ്റവും ഈ ഒരു വ്യക്തിയുടെ മുന്നിലെ വലിയ രീതിയിലുള്ള മാറ്റങ്ങളും മാനസിക സമ്മർദ്ദങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ പുറമേ ഇവർ നിങ്ങളുമായിട്ട് അടുത്ത സൗഹൃദ ബന്ധം പുലർത്തുന്നവരായിരിക്കും. അതിനാൽ തന്നെ നിങ്ങളോട് ഒരു വഴക്കിനോ ഒരു ദേഷ്യമോ ഒന്നും പ്രകടിപ്പിക്കാനായിട്ട് ഇവർ ഇതുവരെ ശ്രമിച്ചിട്ടില്ല എന്നാണ്. അതിനാൽ തന്നെയാണ് അവരുടെ യഥാർത്ഥ മുഖത്തെ ഇപ്പോഴും തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നത്. ഈ വ്യക്തിയുടെ മനസ്സിൽ ശരിക്കും ഒരു മത്സരമാണ്. നിങ്ങളുടെ ഒപ്പം അല്ലെങ്കിൽ നിങ്ങൾക്ക് മുകളിൽ എത്തണം എന്നൊരു വാശിയാണ്. നിങ്ങളെപ്പോഴും അവർക്ക് താഴെ നിൽക്കണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. ഇവിടെ നിങ്ങൾക്കൊരു സന്തോഷമുണ്ടാകുമ്പോൾ അവരുടെ മനസ്സിൽ ദേഷ്യവും ഒരുതരം മാനസിക സമ്മർദ്ദമാണ് ഉണ്ടാകുന്നത്. പക്ഷേ അതൊന്നും അവർ ഇതുവരെ നിങ്ങൾക്ക് മുന്നിൽ പ്രകടിപ്പിച്ചിട്ടില്ല. പക്ഷേ ദേഷ്യം എല്ലാം ഉള്ളിൽ അടക്കിപ്പിടിച്ച് പുറത്ത് ചിരിച്ച് സന്തോഷമാണെന്ന് അഭിനയിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു സങ്കടമുണ്ടാകുമ്പോൾ ഒരു പരാജയം വന്നു ചേരുമ്പോൾ പുറമെ നിങ്ങളെ സമാധാനിപ്പിച്ചിട്ട് നിങ്ങളെ ദുഃഖങ്ങളിൽ പങ്കുചേർന്നതായിട്ട് നിൽക്കും. പക്ഷേ അവരുടെ മനസ്സ് സത്യത്തിൽ തുള്ളിച്ചാടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിൽ രണ്ട് മുഖങ്ങളാണ് ഈ വ്യക്തിക്കുള്ളത്. അത് തിരിച്ചറിയാതെ നിങ്ങളുടെ എല്ലാ രഹസ്യങ്ങളും പദ്ധതികളും അവരുമായി പങ്കുവയ്ക്കുന്നത് പലപ്പോഴും നിങ്ങളുടെ പ്ലാനുകളെക്കുറിച്ച് പറയുമ്പോഴും അവർ അതിൽ തടസ്സങ്ങൾ പറയുന്നതൊക്കെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും. പക്ഷെ ഒരിക്കലും നിങ്ങൾ അവരെ തെറ്റിദ്ധരിച്ചിട്ടില്ല. കാരണം അത്രത്തോളം സ്നേഹത്തോടെ നിങ്ങളുടെ നല്ലതിനു വേണ്ടിയാണ് നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് ഓരോ പ്ലാനുകളിൽ നിന്നും അവർ നിങ്ങളെ പിന്തിരിപ്പിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങളുടെ വളർച്ചയെ തടസ്സപ്പെടുത്തുന്ന ആ ഒരു വ്യക്തിയുടെ മുഖംമൂടി നിങ്ങൾക്ക് മുന്നിൽ അഴിഞ്ഞു വീഴാനുള്ള സമയം അടുത്തുകൊണ്ടിരിക്കുകയാണ്. മറ്റുള്ള വ്യക്തികളിലൂടെയോ ഒക്കെ ആവാം അവരുടെ യഥാർത്ഥ മുഖം തിരിച്ചറിയും എന്നുള്ളതാണ്. അവരുടെ മുഖം നിങ്ങൾക്ക് മുന്നിൽ അഴിഞ്ഞു വീഴാനുള്ള സമയം അധികം ദൂരത്തിലല്ല. ആ ഒരു സത്യം നിങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞ് അത് നിങ്ങളുടെ വളരെയധികം വേദനിപ്പിക്കാം. ആ വേദന താൽക്കാലികമായിട്ടുള്ളതാണെന്നും അതിലൂടെ ആരെല്ലാം ചേർത്ത് നിർത്തണം എന്നും ആരെയെല്ലാം അകറ്റി നിർത്തണം എന്നുള്ള ബോധം നിങ്ങൾക്ക് കൈവരും എന്നാണ് ഈ തൊടുകുറിയിലൂടെ പറയുന്നത്. ഈ ഒരു തിരിച്ചറിവിന് ശേഷം നിങ്ങളിൽ സ്വാതന്ത്ര്യവും ശക്തിയും കൈവരുന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ വഴിത്തിരിവ് ഉണ്ടാകുന്നതാണ്. അപ്പോൾ രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുക്കുന്നവർക്കുള്ള തൊടുകുറി സന്ദേശം ഇതാണ്.